നമസ്കാരം. പകർച്ചവ്യാധി വ്യാപനത്തിൽ സംസ്ഥാനം കടുത്ത ആശങ്കയിലാകുമ്പോൾ കേരളത്തിലെ ആരോഗ്യമന്ത്രി നോക്കുകുത്തിയാകുകയാണോ? ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പങ്കാളിയാൽ ഡെങ്കി, എലിപ്പനി കേസുകൾ കുത്തനെ ഉയരുമെന്നാണ് വിദഗ്ധരുടെ വക മുന്നറിയിപ്പ്. ഷിഗല്ലയെ തീവ്ര ജാഗ്രത വേണമെന്ന ആരോഗ്യ വകുപ്പിന്റെ വക നിർദ്ദേശവും എത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഷിഗല്ല കേസുകൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷത്തേക്കാൾ രോഗവ്യാപനമുള്ള സാഹചര്യത്തിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം എത്തിയിരിക്കുന്നത്. ഐസ് ഫാക്ടറികളിൽ പ്രത്യേക പരിശോധന വേണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. ശീതള പാനീയങ്ങൾ ഉപയോഗിക്കുന്ന ഐസ് രോഗത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് വിദഗ്ധർക്ക് സംശയമുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും പാളിയാൽ ഡെങ്കി, എലിപ്പനി കേസുകൾ കുത്തനെ ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ഈ വർഷം ഇതുവരെയും സ്ഥിരീകരിച്ച കേസുകൾ മുൻവർഷം റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണത്തെ മറികടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ ഈ വർഷം ഇതുവരെ 6 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 5 മരണവും ഈ മാസമാണ് സംഭവിച്ചത്. ഈ മാസം മാത്രം 91 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 6 മാസത്തിനിടെ സ്ഥിരീകരിച്ച കേസുകളുടെ പകുതിയും ഈ മാസമാണ് റിപ്പോർട്ട് ചെയ്തത്. മുൻ വർഷങ്ങളിൽ തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി മേഖലകളിലായിരുന്നു കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഈ വർഷം ഒട്ടുമിക്ക ജില്ലകളിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മലിനമായ ഭക്ഷണവും വെള്ളവുമാണ് രോഗവ്യാപനത്തിന് കാരണമാകുന്നതിനാൽ ഭക്ഷണവും വെള്ളവും കേന്ദ്രീകരിച്ചുള്ള പരിശോധന കർശനമാക്കുക എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. ജ്യൂസ് പോലുള്ള ശീതള പാനീയങ്ങളിൽ രോഗസാധ്യത ഉണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പകർച്ചസാധ്യത വളരെ കൂടുതലുള്ള ഷിഗല്ല ബാക്ടീരിയ പരത്തുന്ന വയറിളക്ക രോഗമാണ്. രോഗിയുടെ മലവിസർജ്യത്തിലൂടെ പുറത്തുവരുന്ന രോഗാണുക്കളാൽ മലിനമായ ആഹാരം, വെള്ളം, രോഗാണുക്കളുള്ള പ്രതലങ്ങൾ, രോഗീ പരിചരണം എന്നിവ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നു. വയറിളക്കം, അതായത് ചിലപ്പോൾ രക്തം കലർന്നതായിരിക്കാം ഇത്. വയറുവേദന, പനി, ഛർദി, ക്ഷീണം എന്നിവയാണ് രോഗലക്ഷണങ്ങളായി പറയപ്പെടുന്നത്. ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടത് അത്യാവശ്യമാണ്. ശുദ്ധമായ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്തു കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. എന്തായാലും രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നതിന് ഒഴിവാക്കുക തുടങ്ങിയവയിലൂടെ മാത്രമേ നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്താൽ മാത്രമേ ഷിഗല്ലയെ നമുക്ക് ചെറുക്കാൻ സാധിക്കുകയുള്ളൂ.